ബിഗ് ബോസ് ബാംഗ്ലൂർ ഡേയ്സിലെ രണ്ടാമത്തെ ദിവസം. ഫസ്റ്റ് വന്ന ദിവസം നല്ല ക്ലിയറാണ്. രണ്ടാമത്തെ ദിവസം ചൂലും മോപ്പും കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ ബാംഗ്ലൂർ മെട്രോ ടിക്കറ്റ്. ക്യാസു ക്യാസു വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പം ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള ദിവസമാണ്. ഞങ്ങൾ ലാസ്റ്റ് വ്ലോഗ് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇന്നാണ് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എല്ലാവരും എന്താ ചെയ്യുന്നത്. ശരത്തേട്ടനാണ് ഇവിടെ പരിപാടി. ഇതാ കുക്കിങ്ങും കാര്യങ്ങളും. ഇതാ ചഞ്ചു ഇവിടെ പാത്രം കഴുകുന്നുണ്ട്. ശരത്തേട്ടന് ഇത് അടിപൊളി ദോശ ഇടുന്നുണ്ട്. ഇതാ ബീഫ്. അതെ ആരുണ്ടാക്കി എടുത്തേട്ടാ? അതെ അതെ പാവം ചഞ്ചു. അതെ പറയാൻ പറഞ്ഞു. എന്താ ശരത്തേട്ടൻ നല്ല ദോശ ഇടുന്നുണ്ട് കേട്ടോ. അതാ ബീഫ്. ഇതാ പൊറാട്ട ഉണ്ട്. പിന്നെ പിള്ളേരെ അവിടെ ഉണ്ട്. എല്ലാരും എണീറ്റിട്ടോ. കണ്ണൻ സ്കൂളിൽ പോയതാണ്. ഇതാ ഇന്ദ്രു ഇത് അവിടെ പുഷപ്പ് അടിക്കണേ. അതെ അവൻ ഒറ്റക്ക് കണ്ട ഗൈസ് ആരില്ല അവന് കളിക്കാന്. അത് ഓടി ഓടി. പിന്നെ വേറൊരു ടീം. അതെ അവിടെ ഒരു ടീം. അവിടെ ഒരു ടീം വേറെന്തോ പരിപാടിയിലാണ്. വീഡിയോ എടുക്കുന്ന ഡിസ്കഷനിലാണ്. അതെ എന്നോട് ഞാൻ വിചാരിച്ചു എനിക്ക് തുടക്കം മുഖം മുഖം തുടക്കാൻ നിലവും തുടക്കാം. മുഖം തുടക്കാൻ നിലവും തുടക്കാം. രണ്ടാമത്തെ ഇപ്പൊ ബിഗ് ബോസ് ബാംഗ്ലൂർ ഡേയ്സിലെ രണ്ടാമത്തെ ദിവസം. ഫസ്റ്റ് വന്ന ദിവസം നല്ല ക്ലിയറാണ്. രണ്ടാമത്തെ ദിവസം ചൂലും മോപ്പും കിട്ടി. ഇനി നാളെ എന്തായിരിക്കും? അടിച്ചേരി കഴിഞ്ഞോ? ഈ ടേബിൾ തുടച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാന്. അങ്ങനെയൊക്കെ ഉണ്ട്. വല്ലാത്ത അവസ്ഥയാണ്. ഇതെന്താ ഇവിടെ ചാരി വെച്ചിട്ട് പോയിക്കണേ? എപ്പോ വരൂ? അപ്പൊ എല്ലാരും കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിത് അങ്ങനെ നിൽക്കാണ്. പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ദ്രൊക്കെ ഭയങ്കര അടിപൊളി കോസ്റ്റ്യൂം ആട്ടോ. നോക്കി ഇന്ദ്രുവിന്റെ മുടിയൊക്കെ കണ്ടില്ലേ? ഇന്ദ്രുട്ടാ ഇറങ്ങാൻ നേരത്തെ ഈ കളിയാ. മാളു ബാ 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 ബാ. ദുഗു ദുഗു. ഇതാ ചഞ്ചു. അങ്ങനെ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഇതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഇത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്മ സൂപ്പർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അവാർഡാണ് ഈ ഒരു ഫാമിലി പോലെയുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ ആ ദിവസങ്ങൾ കടന്നു പോകുന്നതേ അറിയാറില്ല. അപ്പം ഞങ്ങൾ മാത്രമായിട്ട് തന്നെ ഇങ്ങനെ ബാക്കിയുള്ളവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും രസമാവുമായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ കാണാൻ പോവാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളും പിന്നെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളുമായിട്ട് പല സ്ഥലത്തും കൊണ്ടുപോകാന്ന് ചഞ്ചു ശരത്തേട്ടനും പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിന്റെ ഹൃദയം സ്ട്രീറ്റ്, ബ്രിഗേഡ് റോഡ്, MG റോഡിന്റെ എല്ലാം നടക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ. നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ ചഞ്ചു? ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. യെസ്. നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനാ പോകുന്നത്. മാളൂട്ടിക്ക് 1 വയസ്സുള്ള സമയത്ത് ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. മുബിക്കാൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂടെ. പക്ഷെ അന്ന് ഞാൻ കണ്ട ബാംഗ്ലൂർ ആയിരുന്നില്ല ഞാൻ ഇപ്പം കണ്ടത്. കാരണം അന്ന് ബാംഗ്ലൂർ അറിയാവുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരുന്നു. അതല്ല ബാംഗ്ലൂർ. ഇവരെ ഞാൻ നേരത്തെ പരിചയപ്പെടണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിയിലാണ് ഈ ഒരു ഷോപ്പിംഗ് ചെയ്യുന്ന പ്ലേസൊക്കെ ഒന്ന് കണ്ടത്. അവിടെ ഒരുപാട് ഡ്രസ്സ്, ചെരുപ്പുകൾ, ആക്സസറീസ്, പിന്നെ അതുപോലെ കുറച്ച് ഡെക്കറേഷനൊക്കെ വെക്കുന്ന സാധനങ്ങൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഗേൾസിന് കൂടുതലും ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ മുമ്പിൽ വരുന്ന ഷോപ്പിംഗ് ആയിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ബാംഗ്ലൂർ ഒരുപാടുണ്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ചെരുപ്പുകളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അതുപോലെ ഇയറിങ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിന്റെ ഒരു ഫീല് കിട്ടുന്ന ഇപ്പോഴാണ്. സൂപ്പർ.
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ പോവാണ്. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അവിടെയെല്ലാം നടന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. മാളൂട്ടിയും കനിയും ദുർഗയും പിന്നെ എവിടെ പോവാണെങ്കിലും സെറ്റായി 3 പേരും ഒന്നിച്ച് നടന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം നടന്നാ പോയിട്ടുണ്ടായിരുന്നത് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഫ്രെയിമിൽ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളെ ചാനലിൽ കയറാം, ആ ഫ്രെയിമിൽ കാണണമെങ്കിൽ ആ ചാനലിൽ കയറാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറേ ബാഗ് ഷോപ്സ് പിന്നെ അതുപോലെ ചെരുപ്പിന്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു. ക്രോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള. എന്താ മാളു എവിടെ? അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? വേറെ ആർക്കും ഒന്നും എനിക്ക് കണ്ണു കാണാനേ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ആ ഷോപ്പുകളൊക്കെ കണ്ട് ബാംഗ്ലൂരൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിൽ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി ഇനി മെട്രോയിൽ കയറി പോവാം, ഒരു പാർക്കിൽ പോവാമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. മാളൂട്ടിയും കനിയും ദുർഗയും ഇപ്പോഴും കൈ പിടിച്ച ആ സെയിം നടത്തമാണ് കേട്ടോ. ഗൈസ് ഒരു കാര്യം കാണിച്ചു കേട്ടോ. ഇതൊക്കെ ടിക്കറ്റാണ് കേട്ടോ. ടിക്കറ്റാണ് നമ്മളെ കൊച്ചിയിലുള്ള പോലെ ഒന്നല്ല. മെട്രോ ടിക്കറ്റ് കണ്ടില്ലേ? മെട്രോ ആളോ ഇനി നമ്മൾ എങ്ങോട്ട് ചേർത്തിട്ട് പോണേ? നമ്മൾ കബൺ പാർക്കിൽ പോകും. അവിടെ എന്താണ് സംഭവം? എന്താ 300 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു വലിയ പാർക്കാണ്. പിന്നെ കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. മാളു കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ബാംഗ്ലൂർ മെട്രോ എത്തിക്കഴിഞ്ഞു ഗായ്സ്. മഴ സെറ്റാല് ഗേറ്റ് തുറക്കും. ഇവിടുത്തെ മെട്രോ ടിക്കറ്റ് നിങ്ങൾ കണ്ടില്ല, ഒരു കോയിൻ പോലെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മളത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ കോയിൻ അവിടെ ഇടണം, അപ്പോഴാണ് അത് ഓപ്പൺ ആയിട്ട് നമുക്ക് പുറത്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ല അല്ലേ? അപ്പൊ എല്ലാരും വന്നിട്ട് ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഇവിടെ വരിക എന്തായാലും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. കുറെ വീഡിയോസ് റീൽസ് ഒക്കെ എടുക്കാം അല്ലേ? അടിപൊളിയാട്ടോ. അങ്ങനെ പടർന്ന് കിടക്കാണ് ഗൈസ്. ശരത്തേട്ട ഇത് എത്ര ഉണ്ട് ശരത്തേട്ടാ? 300 ഏക്കർ ഇങ്ങനെ പടർന്ന് കിടക്കുക ഗൈസ്. ഇതൊന്നും അല്ല കേട്ടോ. ഇത് ബബിൾസ് കുടിക്കാം അവിടുന്ന്. കുറച്ച് നടന്നപ്പത്തിന് നമ്മുടെ സജിക്കുട്ടൻ സൈഡായി നടന്നു. ഓരോ മൂലയിലുണ്ട്. ഞാനും ശരത്തേട്ടനും മാത്രം കട്ടൊക്കെ ഇരിക്കണേ. അതെ എന്ത് ഞാൻ ഇരിക്കൂലടാ, നമ്മള് ഫിറ്റാണ്. സ്കൂബി ഹായ്. ക്യാസു ക്യാസു ക്യാസു. അങ്ങനെ അവിടുന്ന് നമ്മൾ പോകുന്നത് UB സിറ്റിയിലേക്കാണ്, ബാംഗ്ലൂർ. അവിടേക്കും ഞങ്ങൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്, കാരണം അതൊക്കെ അടുത്തടുത്താണ് വരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ബാംഗ്ലൂരുള്ള മാരിയറ്റ് ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ UB സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അതൊരു വലിയ മാളൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളെ മാളിലേക്ക് ഇവിടെയുള്ള മാളിനേക്കാളൊക്കെ ഒരുപാട് വലുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നി. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സ്പേസ് ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് പോയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അവിടെ നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടേക്കാണ് ചഞ്ചു ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് കരുതിയത്. പക്ഷെ അവിടെ മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ അകത്തൊക്കെ ഒന്നും കൂടെ കറങ്ങി എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോഴേക്കും ശരത്തേട്ടനും മുബിക്കായും പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാളൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് അവിടെയെല്ലാം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു പാലസ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഓരോ ഷോപ്പിലും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങളതെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോഴേക്കും ടോയ് ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് കുട്ടികളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡോൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഡിസ്നി പ്രിൻസസ് ഒക്കെ ഉണ്ടായിരുന്നു.
അവിടെ ഒരു ബ്യൂട്ടി സെറ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും മാളൂട്ടി അതൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് മഴ കുറഞ്ഞു. അപ്പം ഞങ്ങൾ പുറത്തോടെ ഒന്ന് ഇറങ്ങി അവിടേക്കൊന്ന് കാണാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് പുറത്തുള്ളൊരു വ്യൂ. ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും മൊബിക്കായും ശരത്തേട്ടനും വണ്ടിയായിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്താ ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റിട്ടേ അതെ, ഇനി ഞങ്ങളുടെ സമയം, ഞങ്ങൾ ഗേൾസിന്റെ സമയം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം അല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാം. 3 പേരും പിന്നെ ടീമായ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. ഇവിടുന്നാണ് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ചഞ്ചു ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾ ബ്രൈഡൽ ലെഹങ്കാസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. നോർമലായിട്ടുള്ള വർക്ക് വരുന്നതും പിന്നെ നല്ല ഹെവി വർക്ക് വരുന്നതൊക്കെ ലെഹങ്കാസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൈഡൽ ലെഹങ്കാസ് മാത്രമല്ല, ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ ഡ്രസ്സും ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഡിസൈൻസിലൊക്കെ ഉള്ള പാർട്ടി വെയർ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്സും കണ്ട് അങ്ങനെ നടന്നു. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കയറി വാങ്ങിച്ചു. അങ്ങനെ അവിടെ നന്നായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സ് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിൽ കയറി. പിന്നെ മാളൂട്ടി കുറേ ചെരുപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിൽ ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടൊരു സംഭവമാണ് ഈ പലാസ മാത്രമുള്ളൊരു ഷോപ്പ്. അവിടുന്ന് ഞാൻ 2 പലാസ വാങ്ങിച്ചു. കാരണം അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അത്രയ്ക്ക് വെറൈറ്റി കളക്ഷൻസ് ഓഫ് പലാസോ പാൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹെയർ കോംബ് അങ്ങനത്തെ കുറച്ച് ആക്സസറീസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാളൂട്ടി ഡോൾസിനെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോൾ വീട്ടിലുള്ള കൊണ്ട് വാങ്ങിക്കാനേ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു നെയിലിൻ്റെ ഒരു മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ ചെയ്യുന്ന ഒരു കിറ്റ്. അത് കനീൻ്റെ അടുത്ത് അവൾ കണ്ടതായിരുന്നു. അപ്പം ഞാൻ കരുതി അത് അവൾക്ക് ഇല്ലാത്തത് കൊണ്ട് അത് അവൾക്ക് ചെയ്യാം, അതൊരു ആക്ടിവിറ്റി ആയിട്ട് അവൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി. പക്ഷേ അത് ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സജീഷ് ചേട്ടനൊരു വാച്ച് വാങ്ങിക്കൊടുത്തു മാളൂട്ടിക്ക്. അപ്പം നെയിലിൻ്റെ കിറ്റ് കിട്ടാത്തതുകൊണ്ട് ചഞ്ചു പറഞ്ഞു അത് കനിക്ക് വാങ്ങിയെടുത്തു തന്നെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് നാളെ വീട്ടിലെത്തിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവൾക്ക് ടോയ്സ് ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞൊരു കീ ചെയിൻ പോലെ കളിക്കുന്ന എന്തോ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒരു സന്തോഷത്തിന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ഞാൻ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വ്ളോഗിൽ എടുക്കാൻ വിട്ടുപോയി. കാരണം ഞാൻ ചെരുപ്പ് സെലക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞങ്ങളെ ബാംഗ്ലൂർ ഡേയ്സ് ഇവിടെ തീർന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. പിന്നെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ ബൈ ബൈ. കെട്ടിപ്പൂടി കെട്ടിപ്പൊടിടാ.